ഹെർമൻ ഗുണ്ടറിന്റെ കൊച്ചുമകൻ ഹെർമൻ ഹെസെ നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഹെർമൻ ഹെസെയുടെ പേരിൽ ജർമ്മനിയിലെ കാൽവ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെസെ മ്യൂസിയത്തിൽ കേരളത്തിന്റെ ചിത്രകാരൻ എബി എൻ ജോസഫിന്റെ പെയിന്റിംഗുകൾ ഇടം നേടാൻ ഒരുങ്ങുകയാണ്. ഒരു റിപ്പോർട്ട്. ജർമ്മനിയിലെ കാൽവ് നഗരത്തിലാണ് ഹെർമൻ ഹെസെ മ്യൂസിയം. നോവലിസ്റ്റ്, കവി, ചിത്രകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന ഹെസെയുടെ സിദ്ധാർത്ഥ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് എബി എൻ ജോസഫ് ചിത്രമെഴുതുന്നത്. ഹെർമൻ ഗുണ്ടറിന്റെ മകൾ ജനിച്ചത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിലാണ്. അവരുടെ മകനാണ് നൊബേൽ പ്രൈസ് ജേതാവായിട്ടുള്ള ഹെർമൻ ഹെസെ. ഹെർമൻ ഹെസെ നമുക്ക് എങ്ങനെയാണോ ടാഗോർ എന്നുള്ളതുപോലെ വളരെയേറെ ആരാധ്യനായ ഒരാളാണ് ജർമ്മനിയിൽ. അദ്ദേഹത്തിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയ നോവലാകട്ടെ സിദ്ധാർത്ഥ എന്ന പേരിലാണ് പ്രസിദ്ധീകൃതമായത്. അത് ബുദ്ധൻ്റെ ആത്മാംശം പേർന്നൊരു കഥാപാത്രമാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് നെടിയങ്ങിയിലെ തന്റെ വീടിനകത്തെ ചിത്രകലാ സ്റ്റുഡിയോയിലിരുന്ന് ഹെസെ മ്യൂസിയത്തിലേക്ക് എബി 26 ചിത്രങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 18 എണ്ണം പൂർത്തിയായി. ഞാനും എൻ്റെ സുഹൃത്ത് ജർമ്മൻ ചിത്രകാരനായ മറ്റൊരാളും കൂടി അവിടെ ചെന്നപ്പോൾ സിദ്ധാർത്ഥയുടെ 100ാം വർഷം അവർ ആഘോഷിക്കുകയാണ്. അവരോടൊപ്പം ചേരണം, അവർക്ക് വേണ്ടി ഒരു ഫ്ലോർ വരയ്ക്കണം എന്നാവശ്യം ഉന്നയിച്ചു. അങ്ങനെ അതടങ്ങുന്ന 25 ചിത്രങ്ങൾ, എന്നാൽ ആകെ അത് 26 ചിത്രങ്ങളായിട്ടാണ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ശ്രീബുദ്ധന്റെ ചിന്താധാരകളെ പെയിന്റിങ്ങുകളിലൂടെ കോറിയിടുകയാണ് ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ കൂടിയായ ഈ ചിത്രകാരൻ. പൂർത്തിയായവ തന്റെ പെയിന്റിംഗ് ഗാലറിയിൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. 80-100 സെന്റിമീറ്ററുകളിലാണ് ഈ ചിത്രം വലിപ്പം കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഈ നവംബർ-ഡിസംബർ മാസത്തിൽ അവിടെ എത്തുവാൻ വേണ്ടിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അക്രിലിക് ഓയിൽ മാധ്യമങ്ങളിൽ തീർത്ത ചിത്രങ്ങൾ ദീർഘനാളത്തെ പ്രയത്ന ഫലമായാണ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. മലയാളികൾക്ക് ജർമ്മൻ ജനതയോടുള്ള ബന്ധം കലയുടെ, ഭാഷയുടെ, സർവോപരി സംസ്കാരത്തിൻ്റെ നൂൽബന്ധങ്ങൾ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. പരമ്പരാഗതമായി ഹെസെമാരുടെ കുടുംബ വീടുകളുള്ള കാൾവ് നഗരത്തിലാണ് ഹെസെ മ്യൂസിയം. ചിത്രങ്ങൾ പൂർത്തിയാവുന്നതോടെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകും. ഒരു ചിത്രകാരൻ്റെ സായുജ്യം എന്നത് അത് വിൽക്കപ്പെടുന്ന വിലയല്ല, അത് ബാക്കിയാവുന്ന ഇടമാണ്. അതൊരു പൊതു ഇടമാകുക എന്നത് ഒരു ചിത്രകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് എബി സാക്ഷാത്കരിക്കാൻ പോകുന്നത്. മലയാളി ചിത്രകാരന്റെ പെയിന്റിങ്ങുകൾ ജർമ്മൻ നഗരത്തിലെ മ്യൂസിയത്തിൽ ഇനി നിറഞ്ഞു നിൽക്കും. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് നിന്ന് KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്. ഇടവേള. റീചാർജ്, വേഗം റീചാർജ് ചെയ്യേ. എന്തായി ചെയ്തേ? അപ്പൊ മാച്ചോ? പേയ്മെന്റ് എങ്ങനെ ചെയ്യും? ടോക്കണൈസ് കാർഡ് കൊണ്ട്. ടോക്കൺ? ഓൺലൈൻ പേയ്മെന്റിനായി RBIയുടെ ടോക്കണൈസേഷൻ. ഒരു തവണ കാർഡ് ഡീറ്റെയിൽസ്, OTP, CVV എന്നിവ നൽകി ടോക്കൺ ജനറേറ്റ് ചെയ്യൂ. കാർഡും സുരക്ഷിതം. വീണ്ടും വീണ്ടും ഡീറ്റെയിൽസ് നൽകേണ്ടതുമില്ല. അതേ സൗകര്യം, കൂടുതൽ സുരക്ഷ. ഓൾറൗണ്ടർ. കാർഡോ ഞാനും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ. പഠിപ്പിച്ച ഗുരുവിന് ജീവിതത്തിന്റെ താളം തെറ്റാതിരിക്കാൻ ശിഷ്യരുടെ ഒരു കൈ സഹായം. തിമില കലാകാരൻ ഗുരുവായൂർ ഹരിയുടെ 55ാം പിറന്നാളിന്